ഹലോ വെൽക്കം ബാക്ക് ടു ഡ്രീംസ് ആൻഡ് ക്യാൻസ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു സ്മൂത്തി ഒന്ന് കഴിച്ചു നോക്കിയേ. കണ്ണിനടിയിലെ കറുപ്പ് മാറാനും ഷുഗറും കൊളസ്ട്രോളും വണ്ണവും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ 2 പേർക്കുള്ള ഒരു സ്മൂത്തിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ബീട്രൂട്ട് പകുതി മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ. കണ്ണിനടിയിലെ കറുപ്പ് മാറാനും അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ കിട്ടാൻ വേണ്ടിയൊക്കെ ബീട്രൂട്ട് സഹായിക്കും. അപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ബീട്രൂട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചിട്ടുള്ള റാഗി പൗഡറാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1/4 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട, അപ്പോൾ കട്ടകളൊന്നും അങ്ങനെ മാറി കിട്ടില്ല. അപ്പോൾ ഇതാ ഏകദേശം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോഴേ ഇത് നന്നായിട്ട് കുക്കായി കിട്ടുള്ളൂ. റാഗി അതുകൊണ്ട് കുറച്ച് വേവുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ ഡ്രൈ ആയി വരുന്ന സമയത്ത് ബാക്കിയുള്ള വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ റാഗീൻ്റെ വേവ് ഏകദേശം 3/4 ഭാഗത്തോളം ആയതിനു ശേഷം മാത്രമേ ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ആദ്യം തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ഒരു ഗുണങ്ങളൊക്കെ ഒന്ന് പോകും. അപ്പോൾ ബീട്രൂട്ട് ഓവറായിട്ട് അങ്ങനെ കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെക്കാം, തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാർ എടുക്കുക. ഇനി അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു റോബസ്റ്റ് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈസൂർ പഴം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ 3 ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റോബസ്റ്റ് പഴത്തിൽ തന്നെ അത്യാവശ്യം മധുരം ഉണ്ട്, അതുകൊണ്ട് 3 ഡേറ്റ്സ് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. കാരണം വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി അല്ലേ കഴിക്കുന്നത്, അപ്പോൾ ഇത്രയും എന്തായാലും തിക്നെസ് വേണം. അതല്ല ഇതിനെക്കാട്ടും ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പാല് ചേർത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല ചുറുചുറുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ രക്തക്കുറവൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന നല്ലൊരു സ്മൂത്തിയാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.